നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശിവാനന്ദ, നാളെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ട്. എന്റെയും രഘുവേട്ടന്റെയും വിവാഹ വാർഷികമാണ്. ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുക. ശിവാനന്ദനും ചന്ദ്രികയും മക്കളും എല്ലാവരും വരണം. ആ മോളെ, നീ അച്ഛനോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ട് വരാം. നളിനിയോട് ഞാനൊന്ന് പറയട്ടെ. ഇനിയിപ്പോ കൂട്ടത്തിൽ നിന്ന് നളിനിയെ മാത്രം എന്തിനാ മാറ്റുന്നത്? അച്ഛാ, ഞങ്ങളിപ്പോ ഇറങ്ങും. നാളെ അവിടെ അച്ഛന്റെ അമ്മയുടെയും വിവാഹ വാർഷിക. ഒരു ചെറിയ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി അച്ഛൻ വരണം. ഞാൻ വരില്ല. അവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. വെറുപ്പ് കുറഞ്ഞില്ല എന്നോട്, അല്ലേ? എന്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് പണവും സൗകര്യങ്ങളും കുറഞ്ഞാലും ഉള്ള സൗകര്യങ്ങളിൽ രാജാവായി ജീവിക്കുന്ന ഒരാളായിട്ടാ. അച്ഛന്റെ കാര്യത്തില് അതെന്നും നിലനിർത്തണമെന്നാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് അച്ഛൻ ഇത്രയും തെറ്റായാണത് മനസ്സിലാക്കിയതെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിൽ എന്നെ ശപിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ എന്റെ തലയിൽ കൈവച്ച് എന്നെ ശപിച്ചോളൂ. ഏത് നന്മയിലും ഞാൻ ചിന്തിക്കുന്നത് എന്റെ അച്ഛന്റെ പേരാ. എനിക്ക് സന്തോഷം തോന്നുന്ന ഓരോ മുഹൂർത്തത്തിലും ഞാൻ മനസ്സിൽ കാണുന്നത് അച്ഛന്റെ മുഖം. എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛന് മനസ്സിലാവും. അച്ഛൻ എന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ മുറിവോടെ എനിക്ക് ഇവിടുന്ന് പോവാൻ പറ്റും. ആ മുറിവ് ഇനി ഒരിക്കലും ഉണങ്ങുകയില്ല. ഞാൻ പോയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.